തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. കണ്ണൂരിലെ മലയോര മേഖലയിൽ എങ്ങും ഉജ്ജ്വല സ്വീകരണമാണ് കെ സുധാകരന് ലഭിക്കുന്നത്. തനിക്കിവിടെ കടുത്ത മത്സരമില്ലെന്നും മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൻ്റെ കരുത്ത്, നിങ്ങളിൽ ഒരാൾ, കണ്ണൂരിൻ്റെ മണിമുത്ത്, UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കെ സുധാകരൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ഉയരുകയാണ്. കടുത്ത ചൂടിനെയും അവഗണിച്ച് പ്രവർത്തകരുടെ ആവേശം വാനോളമുയരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും പ്രചരണം തുടങ്ങാനുണ്ടായ കാലതാമസവും തുടക്കത്തിൽ മുന്നണിയിൽ ആത്മവിശ്വാസക്കുറവുണ്ടാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വിജയം സുനിശ്ചിതം എന്ന ആത്മവിശ്വാസത്തിലാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ കെ സുധാകരൻ. മത്സരിക്കാനില്ല എന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇടതുപക്ഷം ശക്തനായ MP ജയരാജനെ രംഗത്തിറക്കിയതോടെ സുധാകരൻ തന്നെ മതി എന്ന് കോൺഗ്രസ് നേതൃത്വം അവസാന നിമിഷം തീരുമാനിക്കുകയായിരുന്നു. പ്രചാരണം ആരംഭിക്കാൻ അല്പം വൈകിയെങ്കിലും മണ്ഡലത്തിലെങ്ങും കെ സുധാകരനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് കാത്തുനിൽക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിന് പുറമെ പ്രവർത്തകരുടെ കാറുകളും നിരവധി ബൈക്കുകളുടെയും അകമ്പടിയോടെയാണ് സുധാകരന്റെ പ്രചാരണം. 3 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 2 തവണയും വിജയം കെ സുധാകരനൊപ്പം നിന്നു. കഴിഞ്ഞ തവണ 95,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കെ സുധാകരന്. ഇത്തവണ ശക്തമായ മത്സരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: എന്ത് മത്സരം എന്നാ പറഞ്ഞ? ശക്തമായ മത്സരം. ഇവിടെ അങ്ങനെ ശക്തമായ മത്സരമില്ല. ഇവിടെ ചെറിയ തീപ്പൊരിയായിട്ടുള്ള മത്സരമേ ഉള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാർട്ടിക്കകത്ത് തന്നെ സ്വീകാര്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് CPM-കാർ തന്നെ പറയുന്നു. അപ്പോൾ ഒരു സ്വാഭാവികമായും ആ ഇലക്ഷൻ എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് കണക്കൂട്ടിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയപ്പാടുള്ള മണ്ഡലമൊന്നുമല്ല. കഴിഞ്ഞ തവണ ശ്രീമതി ടീച്ചർ മത്സരിച്ചപ്പോൾ 96,000 വോട്ടിന് വിജയിച്ചതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി. ആ കോൺസ്റ്റിറ്റ്യുവൻസി എനക്കൊരു അന്യമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഫുൾ കോൺഫിഡൻ്റാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടിക്കാരും. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും 1-2 മിനിറ്റിൽ ഒതുങ്ങുന്ന ഹ്രസ്വമായ പ്രസംഗം. കേന്ദ്രത്തിൽ ഭരണ തുടർച്ച എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞ് തന്നെ വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന. സ്വീകരണ കേന്ദ്രങ്ങളിൽ കാത്തു നിൽക്കുന്നവരെ കണ്ട് പരിചയം പുതുക്കിയും കടകളിലും പരിസരങ്ങളിലുമുള്ള വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടഭ്യർത്ഥിച്ച് വീണ്ടും വാഹനത്തിലേക്ക്. മലയോര മേഖലയിൽ MP എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങൾ പല സ്ഥലത്തും സൂചിപ്പിക്കുന്നു. പലയിടത്തും കുടിവെള്ള പ്രശ്നമാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ വച്ചത്. അതിനെല്ലാം ജയിച്ചു കഴിഞ്ഞാൽ പരിഹാരം കാണുമെന്ന് സുധാകരന്റെ ഉറപ്പ്. കനത്ത ചൂട് കാരണം സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. എത്രയൊക്കെ വേഗത്തിൽ സഞ്ചരിച്ചിട്ടും ഉച്ചഭക്ഷണത്തിനായി പോകുന്നത് ഉച്ചകഴിഞ്ഞ് 3:30 മാത്രം. രാവിലെ തുടങ്ങുന്ന പ്രചരണ പരിപാടി അവസാനിക്കുന്നത് രാത്രി 10 മണിയോടെയാണ്. അപ്പോഴും പ്രവർത്തകർ സുധാകരനെ കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ തവണ ജയിച്ചു പോയതിനു ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പ്രതിയോഗികളുടെ ആരോപണത്തിന് സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ വികസനത്തിൻ്റെ ഫണ്ടിൻ്റെ ചെലവ് കണക്കൊക്കെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുക, ചിലവാക്കിയനോ ചിലവാക്കിയിട്ടില്ലേ എന്ന്. പിന്നെ 2 സ്ഥാനത്തിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലക്ക് എനിക്ക് എല്ലാ സ്ഥലത്തും വേണ്ടപ്പോൾ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് ശരി. ഞാൻ KPCC പ്രസിഡൻറ്റുമാണ്, ഞാൻ MP ആണ്. അപ്പോൾ പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നിട്ട് ഞാൻ നന്നായി എക്സ്ട്രാ ഓർഡിനറി വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ വർക്കിൻ്റെ റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാവും. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ കെ സുധാകരന്റെ വിജയത്തിനായി വോട്ടഭ്യർത്ഥിച്ച് കണ്ണൂരിലെത്തി. ജനങ്ങൾക്കിടയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. നല്ല പ്രതികരണം ഇതുവരെ കിട്ടിയതൊന്നും ഒരു മോശപ്പെട്ട പ്രതികരണം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, ചർച്ചിലും പോകുന്നുണ്ട്, മറ്റേ അമ്പലത്തിലും പോകുന്നുണ്ട്, എല്ലായിടെയും പോകുന്നുണ്ട്. എല്ലായിടെയും നല്ല സ്വീകരണമാണ്. കാണുന്ന ആളുകൾക്ക് ഇന്നും നല്ല സ്വീകരണമാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഒരു തരത്തിലും ഒരു അഹിതമായ ഒന്ന് എനിക്ക് എൻ്റെ ഈ പ്രവർത്തനത്തിൽ രംഗത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ണൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDF ആണ്. അങ്ങനെ നോക്കിയാൽ 1,28,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ട്.
എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കെ സുധാകരന് ലഭിക്കുമെന്നുമാണ് UDFന്റെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കണ്ണൂർ.